മേഘ ജസ്റ്റിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാറ്റൂരിൽ 18 വയസ്സുള്ള ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ആദ്യഘട്ടത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അവിടെ നിന്ന് ലഭിച്ചൊരു CCTV ഫുട്ടേജിൻ്റെ വിവരങ്ങൾ, ആ കുട്ടി ഏതോ ബൈക്കിൽ കയറി പോകുന്നു, അവിടെ നിന്ന് അവസാനം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പറയേണ്ടി വന്നു അത് ആ കുട്ടിയല്ല എന്നുള്ളത്. നോക്കൂ, ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് വരുന്നത്. തലക്കടിച്ചാണ് ആ പ്രതി എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെ കൊന്നത് എന്ന ആ വിവരം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പറയുന്നത് 22 കിലോ ഭാരമുള്ള ഒരു വലിയ കല്ല് ആ കുട്ടിയുടെ തലയിലേക്ക് ഇട്ടാണ് കൊന്നു കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നുന്നു? അതെ, ഈ ക്രൈം സൈറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അടുത്ത്, നമ്മുടെ ഓഫീസിൽ നിന്നൊരു കുറച്ച് അടുത്താണ് ഈ സ്ഥലം. അവിടെ ഒരു തുറസായ സ്ഥലത്താണ് ഈ കുട്ടിയുടെ മൃതദേഹം കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുട്ടി മരിച്ച് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ കുട്ടിയെ വൈകിട്ട് താലമെടുക്കാൻ പോകുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഈ സുഹൃത്ത് വന്ന് പുറത്തൊന്ന് പോകാൻ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ഈ സ്ഥലത്തെത്തിയതിനു ശേഷം ഇയാള് അലൻ എന്നാണ് പ്രതിയുടെ പേര്. അലൻ കൃത്യമായി പ്ലാൻ ചെയ്താണ് ഇത് നടത്തിയത്. ഈ കുട്ടിയെ ചെറിയൊരു കല്ല് വെച്ച് തലക്കടിച്ചപ്പോൾ കുട്ടി ബോധരഹിതയായി താഴെ വീണു. അപ്പോൾ കമിഴ്ന്ന് കിടന്ന കുട്ടിയുടെ തലയിലേക്ക് 22 കിലോ ഭാരമുള്ള കല്ലെടുത്ത് ഇടുകയായിരുന്നു. ആദ്യ പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികളിൽ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് തല തകർന്നാണ് കുഞ്ഞ് മരിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ TV കാണുന്നുണ്ട്. ഇവനുമായിട്ടുള്ള പോലീസ് ഈ തെളിവെടുപ്പും കാര്യങ്ങളിലും എല്ലാം ഇവനിങ്ങനെ കല്ലെടുത്തിട്ട് കാണിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. ഭയങ്കര സംശയരോഗമായിരുന്നു. ഈ കുട്ടി ബാംഗ്ലൂരിൽ ഏവിയേഷൻ പഠിക്കുകയായിരുന്നു. എല്ലാവരും ആദ്യഘട്ടത്തിൽ പറഞ്ഞത് 19 വയസ്സെന്നാണ്. പക്ഷെ ഞാൻ വീട്ടിൽ പോയിരുന്നു. പാരന്റ്സ് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞത്. അപ്പോൾ ഈ ബാംഗ്ലൂര് പഠിക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ, ബാംഗ്ലൂർ പഠിക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാവുന്നൊക്കെ. അത്തരത്തിലൊരു സംശയത്തിന്റെ പുറത്താണ് അലൻ ഇതൊരു വൈരാഗ്യമായി മാറുകയും കൃത്യമായിട്ട് പ്ലാൻ പ്രണയത്തിലായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്കത് ഉറപ്പുള്ള കാര്യമല്ല. ഇപ്പോൾ വീട്ടുകാർക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവർ തമ്മിൽ ഒരു അടുപ്പമുണ്ട് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അതൊരു പ്രണയബന്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കത് വ്യക്തതയില്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്ത് തന്നെ ആയാലും ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ ഇപ്പോൾ എനിക്കൊന്ന് വെള്ളിയാഴ്ചയാണ് ഈ കുഞ്ഞിനെ കാണാതാകുന്നത്. എന്നിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഈ കുഞ്ഞിനെ ഇറക്കി വിട്ടു എന്നാണ് ഇവൻ പറയുന്നത്. 3-4 ദിവസങ്ങളാണ് പോലീസ് ഈ ബോഡി അന്വേഷിച്ച്, ബോഡിയല്ല, ഈ കാണാതായ കുഞ്ഞിനെ അന്വേഷിച്ച് അവിടെ എല്ലാം പരിശോധന നടത്തുന്നത്. അപ്പോഴേക്കും ഇവൻ ദൃശ്യം സ്റ്റൈലിൽ ഫോൺ എങ്ങോട്ടോ മാറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാംഗ്ലൂരിൽ പോയിട്ട് ഈ കുട്ടിക്ക് മറ്റൊരു അടുപ്പമുണ്ട്, മറ്റ് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളൊരു സംശയം ഇവനുണ്ടായിരുന്നു. ഇത് പറഞ്ഞ് തർക്കത്തിന് ശേഷമാണ് ആ കൊല നടത്തിയതെന്ന് ഈ അലൻ എന്നുള്ള വ്യക്തി, ഇവളുടെ ആൺസുഹൃത്ത്, ചിത്രപ്രിയയുടെ ആൺസുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലായിരുന്നു പ്ലാൻ ചെയ്ത്. ആദ്യം പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു, മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ഇതിനു മുൻപും ഞാൻ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ അലൻ എന്ന് പറയുന്ന അതിലൊരു സംശയം എനിക്കുമുണ്ട്. ഈ അലൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു 22 കിലോ ഭാരമുള്ള കല്ലെടുത്ത് പൊക്കി തലയിലേക്ക് ഇടാൻ കഴിയുന്ന തരത്തിൽ അത്രയും ഒരു സഹായം അതിൽ ഉണ്ടായിട്ടുള്ള സംശയം. ഇതിൽ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്, ഈ കൃത്യം നടത്തിയ ശേഷം അവൻ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേറൊരു ഡ്രസ്സ് ഇട്ടാണ് പോകുന്നത്. അപ്പൊ ഇവനെ കൊണ്ടുപോകാനോ മറ്റൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് എന്ന് ഇവൻ പറയുന്നുണ്ട്. ആ സുഹൃത്തിന് അപ്പോൾ ഈ കൊലപാതകത്തെ പറ്റി അറിയുമോ എന്നറിയില്ല. ഈ ഒരു തുറസായ സ്ഥലമാണെങ്കിൽ പോലും ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു കൂനയായി കുറച്ച് വിറക് കഷ്ണങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ റോഡിൽ നിന്നൊരു വ്യക്തിക്ക് ഇത് കാണാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ അറിയാമായിരിക്കാം. ആ സുഹൃത്തിനെയും കൂടി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണവും കൂടുതൽ ചോദ്യം ചെയ്യലും ഒക്കെ നടന്നതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി സ്ഥിരീകരണം. മേഘ അവരുടെ മാതാപിതാക്കളുമായി സംസാരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിൽ നിന്നും കൂടുതലായി എന്താണ് അറിയാൻ കഴിഞ്ഞത്? ആദ്യഘട്ടത്തിൽ തന്നെ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാം വളരെ അസ്വസ്ഥരായിരുന്നു. മാധ്യമങ്ങൾ കുറെ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ കുറെ പേർ വളരെ മോശം കമന്റുകൾ ഈ കുഞ്ഞിനെ പറ്റി ഇടുന്നു എന്നുള്ള വളരെ വിഷമത്തിലായിരുന്നു അവർ. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാതെ തിരിച്ചു വരാനുണ്ടായ സാഹചര്യം. അതാണ് അവരുടെ മാനസികാവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റുമായിട്ട് തിരിച്ചു വരുന്നത്. അന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മാധ്യമങ്ങളിൽ ഒരു ചെറുക്കൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു ക്രോസ് എക്സാമിനേഷൻ നടത്താതെ, ക്രോസ് ചെക്ക് ചെയ്യാതെ ഈ വീഡിയോസ് പുറത്തുവിട്ടിരുന്നു.
അപ്പോൾ 2 മണിക്ക് ഒരു യുവാവുമായി ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു വണ്ടി എന്നുള്ള നിലയിലാണ് ചിത്രപ്രിയയുടെ ദൃശ്യങ്ങൾ CCTV വിഷ്വൽസ് പുറത്തു എന്ന് പറഞ്ഞ് അത് ബ്രേക്കിംഗ് ആയിട്ട് അത് പോയത്. പക്ഷെ ഈ കുട്ടി ആ സമയത്തേക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട് അന്ന് രാത്രി തന്നെ ആ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു 12 മണിക്ക് മുമ്പാണ് ആ കൊല നടന്നിട്ടുള്ളത്. 2 മണിക്കാണ് ഈ CCTV വിഷ്വൽ ഉള്ളത്. ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അവരുടെ വീട്ടുകാർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ആ CCTV വിഷ്വലിലുള്ളത് വെള്ള ഡ്രസ് ഇട്ട ഒരു കുട്ടിയാണ്. എന്റെ കുഞ്ഞിട്ടിരുന്ന ഒരു ജേഴ്സിയാണ്, അതല്ല. ഇപ്പോൾ വീട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ, സ്വന്തം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ വിഷ്വലിൽ ഉണ്ടായിരുന്നത് ചിത്രപ്രിയ ആയിരുന്നില്ല. പക്ഷെ അവരത് അവരുടെ ഒരു ബന്ധു അത് പുറത്ത് പറയുകയും ചെയ്തു. ശരത് എന്ന് പറഞ്ഞ ഒരാള് വീഡിയോയിലൂടെ ഇത് പുറത്ത് പറയുകയും ചെയ്തു. പക്ഷെ ഇവർക്കിത് ഫർദർ ഡാമേജ് ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാർ വീണ്ടും ഹെയ്റ്റ് മെസ്സേജസുമായിട്ട് വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് അവർ പോകാത്തത്. അന്നുണ്ടായ വിഷ്വൽസ് പോലും ഈ കുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ എന്തെല്ലാം വീഡിയോസ് ആണ് നമ്മൾ കണ്ടു. ഈ ഒരു ടോപ്പിക് എടുത്ത് അതിനെ വിശകലനം ചെയ്യുന്ന മറ്റേ 1 man ജേർണലിസ്റ്റുകളൊക്കെ ഇതിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് എന്തിന് 2 മണിക്ക് ആ പെൺകുട്ടിയെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ് സാർ സമയം, ഏതാണ് സാർ 1:30 ഒരു ചെറുക്കം വന്ന് വിളിച്ചപ്പോൾ അവൾ എന്തിനു പോയി എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ ഇതിനെ തന്നെ ആ ഒരു കുട്ടിയുടെ ജീവിതത്തെ തന്നെ മോശമാക്കുന്ന രീതിയിൽ ആയിരുന്നു. ഒരു പാവം കുഞ്ഞായിരുന്നു. എനിക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ആ ഫോട്ടോസ് ഈ മരിക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പെടുത്ത കായിക പ്രതിഭയായിരുന്നു. ബാസ്കറ്റ് ബോൾ ആണ് എന്നാണ് എന്റെ ഓർമ്മ. കുട്ടി അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നു അവള് നല്ല ആരോഗ്യമുള്ളൊരു കൊച്ച, എനിക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തൊരു കൊച്ച, ഇവളെ പറ്റിച്ചതാണെന്ന് അത് ഉറപ്പാണ്. കാരണം അവള് തിരിഞ്ഞു നിന്നപ്പോ പുറകിൽ നിന്നാണ് തല്ലിയത്, അടിച്ചത്. ബോധം കെട്ട് താഴെ വീണതിന് ശേഷമാണ് കല്ലെടുത്ത് തലയിലിട്ട് ആ കൊച്ചിനെ കൊലപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഇവൻ ഈ പറഞ്ഞ ആദ്യ 4 ദിവസങ്ങളിൽ പോലീസിനോട് ഇത്തരത്തിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ശരീരമെങ്കിലും അവർക്ക് വീട്ടിൽ കിട്ടുമായിരുന്നു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വെള്ളപ്പൊതിയിൽ പൊതിഞ്ഞൊരു ബോഡിയാണ് ഞാൻ കൊണ്ടുവന്ന് ഒരു ഉമ്മ കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന്. അതുപോലെ തന്നെ ഈ ബോഡി കണ്ടെത്തിയത് പാരന്റ്സ് ആണ്, അച്ഛനും അമ്മയാണ്. അതുവഴി അന്വേഷിച്ചു വരുന്ന വഴിക്ക് ജീർണിച്ച നിലയിൽ 2-3 ദിവസം പഴക്കമുള്ള ഈ മൃതശരീരം കണ്ടെത്തിയത്. ഇനി എന്തായാലും ഇപ്പോ അലന്റെ ഒപ്പം വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആർക്കൊക്കെ പങ്കുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു, ഈ ഫോണിന്റെ സിഗ്നൽ എങ്ങനെ പല സ്ഥലത്ത് നിന്ന് കിട്ടി എന്ന പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. അല്ല, 2024 ഒരു പുലരി, അതായത് ന്യൂ ഇയർ കഴിഞ്ഞു തൊട്ട് ഈ ഒരു കാലഘട്ടം വരെ നോക്കൂ, കേരളത്തിലെ ക്രൈം റേറ്റുകൾ കൂടി വരുന്നൊരു സാഹചര്യമാണ്. അതായത് ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ തുറന്നാൽ രാവിലെ തന്നെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, തലക്കടിച്ചു കൊന്നു, അല്ലെങ്കിൽ വിഷം നൽകി കൊന്നു, അമ്മയെ മകൻ കുത്തിക്കൊല്ലുന്നു, കുടുംബത്തെ ഇപ്പം അഫാന്റെ കേസൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ ഒരുപാട് കൊലപാതക പരമ്പരകൾ. അത് 2025 ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഡിസംബർ മാസം 21-ാം തീയതിയും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഇത്തരത്തിൽ അലൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഇതിന്റെ ഒന്നും സ്ഥിരീകരണമായിട്ടില്ല. പോലീസ് നൽകിയ ചെറിയ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിട്ട് ഉള്ളത്. ഇപ്പൊ അവസാനമായി അറിഞ്ഞത് ഈ സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് അലൻ ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴും ആ മാനസികാവസ്ഥയെ പറ്റിയാണ്. അതായത് അത്തരത്തിലൊരു സംശയരോഗം പുലർത്തുന്ന മാനസികാവസ്ഥ. കഴിഞ്ഞ ദിവസം ഭാഗ്യലക്ഷ്മിക്ക് ഇത്തരത്തിലൊരു ഫോൺ കോൾ രാത്രി വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് ദിലീപിനെ ഇനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കും. അതായത് ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ത്വര കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി വരുന്നൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ. എനിക്ക് ഒരു കാര്യത്തെ വ്യക്തമായി ഡീല് ചെയ്യാൻ അറിയാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യങ്ങളോട് ഐഡിയോളജിക്കലായിട്ട് യോജിക്കാൻ കഴിയാത്ത ആൾക്കാർ, അവർ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ള ആൾക്കാർ, അത് ഈ പറയുന്ന പോലെ ക്രിയേറ്റീവായി തന്നെ അല്ലെങ്കിൽ എതിർക്കുക. എല്ലാ സംവാദങ്ങളിലും എല്ലാ ആശയപരമായിട്ടുള്ള ചർച്ചകളിലും നമ്മുടെ പോയിന്റുകൾ റേസ് ചെയ്യുക. നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ഒരു കായികപരമായി മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കാൻ നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, അതുപോലും നടക്കരുത് വേണ്ട എന്ന് പറയുന്നതാണ്. അതായത് എല്ലായിടത്തും മനുഷ്യരാണ് ഉള്ളത്, ഇതെല്ലാം സന്ധി ചർച്ചകളിലൂടെ അവസാനിപ്പിക്കണം. അപ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഭയങ്കര നമ്മൾ ഈ വർത്തമാന കേരളത്തിൽ ഈയിടയ്ക്കൊന്നും 18 വയസ്സിൽ ഒരു കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ബാസ്കറ്റ് ബോൾ, ഏത് കായികമാണ് ബാസ്കറ്റ് ബോൾ അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു
മേഖലയിൽ മുൻപന്തിയിൽ എത്താൻ നിന്നിരുന്ന ഒരു പെൺകുട്ടി അത്തരത്തിൽ മരണപ്പെട്ടത്. ഇതൊന്നും പ്രണയം എന്ന് പറയാൻ കഴിയില്ല. ഇത് എന്തെങ്കിലും സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും അപായപ്പെടുത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് അതുകൊണ്ട് തന്നെ ഇത് പ്രണയമോ അടുപ്പമോ ഒന്നുമല്ല. അവന്റെ ഒരു മാനസിക രോഗി എന്ന് തന്നെ പറയാം. വൈകൃതമുള്ള ഒരു മനുഷ്യൻ. ഒരു ഘട്ടത്തിൽ ചിലപ്പോ ഒരു 100-70% എടുത്താൽ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും മനസ്സുകൊണ്ട് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആരായാലും നമ്മളിപ്പം ബന്ധം നല്ല രീതിയിൽ പിരിഞ്ഞില്ലെങ്കിൽ, നല്ല രീതിയിൽ പിരിയുന്നവരുണ്ട്, നല്ല രീതിയിൽ പിരിയാത്തവരുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പിരിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് ദേഷ്യം തോന്നുമെങ്കിലും അല്ലാത്ത ഒരു ബോണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതുതലമുറ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും എല്ലാവരും മാതൃകയാക്കാവുന്നതാണ്. പക്ഷേ ഈ അലൻ പുതുതലമുറയിൽപ്പെട്ടൊരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ് പ്രധാനമായും കണക്കാക്കപ്പെടേണ്ടത്. ഒരു മാനസിക രോഗമാണെന്നും ഇതൊരു വൈകൃതമാണെന്നും ഇതൊരു തെറ്റാണ്, ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണെന്നുള്ളത് തിരിച്ചറിയണം. ഇപ്പോൾ എന്താണ് അവന് പറയാനുള്ളതെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോഴും പറയുന്നതെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ബോധ്യമെങ്കിലും മനുഷ്യർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്.